നമ്മളിവിടെ ബാഡ്മിൻ്റൺ നേരത്തെ നമ്മളിവിടെ ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുന്ന നിൽപ്പാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞ് വ്ളോഗ്. ഇന്നൊരു നോർമൽ ഡേ ആണ്, വർക്കിംഗ് ഡേ ആണ്. സോ ക്ലാസ്സിന് പോകാനുണ്ട്. പക്ഷേ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി പോയി. 7 മണി കഴിയുന്നുണ്ടായിരുന്നു, മഴയൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 7 മണി കഴിയുന്നുണ്ടായിരുന്നു എണീറ്റപ്പോൾ. അപ്പോൾ എണീറ്റ് വന്ന പാടെ നേരെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് 2 മിനിറ്റ് ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ ഇവിടെ വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ്സിൽ പോകണം. പിന്നെ അമ്മ ഇത് സ്പെഷ്യലായിട്ട് കുറച്ച് വലിയ പ്രോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസ് ബിരിയാണി വെക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് കഴിക്കണം. പിന്നെ എന്താ അതൊക്കെ തന്നെ ഉള്ളൂ. രാവിലെ ആയാൽ തന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. 1-2 സ്കൂൾ ബസ് എന്നല്ല, ഒത്തിരി സ്കൂൾ ബസ്സുകളും പിന്നെ ട്രക്കർ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് പോവേ. മൊത്തത്തിലൊരു സ്കൂൾ ബഹളമാണ് രാവിലെ. മഴ പെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എങ്ങനെയാണ് കേട്ടോ, സിറ്റ് ഔട്ട് അങ്ങനെ മൊത്തം വെള്ളവും പൊടിയും മണ്ണൊക്കെ ആയിട്ട് അങ്ങനെ നാശമായിട്ടുണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്ത് രാവിലെ വന്നാൽ ആദ്യത്തെ പണി സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാട്ടോ. വേഗം മുറ്റടിക്കട്ടെ ഗൈസ്. ഇത്ര മുറ്റല്ല കേട്ടോ, അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മാത്രം ഞാൻ അടിച്ചാൽ മതി. വേഗം മുറ്റടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കിച്ചൂനിവിടെ ടിഫിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിലെന്താ ഉള്ളത് നമുക്ക് നോക്കാം. നല്ല പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട്, ചോറുണ്ട്. ഇതായിരിക്കും മിക്ക സ്കൂൾ പിള്ളേരുടെയും ദേശീയ ഭക്ഷണം. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതാ ഞാൻ വേഗം സിറ്റ് ഔട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇടാനും കൂടിയുള്ള പ്ലാനാട്ടോ. ബാക്കി ഉള്ളിൽ തുടയ്ക്കലൊക്കെ ഇന്നലെ വൈകിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ അതേ ആ പണികളിലൊക്കെ നോക്കുമായിരുന്നു. നേരത്തെ എണീറ്റാൽ ഈ പണികളൊക്കെ നേരത്തെ കഴിയും. അപ്പം നല്ല ഒരു സുഖമാണ്. പക്ഷേ എണീക്കൂലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ കുളിച്ച് വേഗം വന്ന് വിളക്ക് വെക്കുകയാണ്. നോർമലി കിച്ചുവാണ് വിളക്ക് വെക്കാറ്. അവനാകുമ്പോൾ 8:30 ആകുമ്പോൾ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവനാണ് പൊതുവേ വെക്കാറ്. ഇന്ന് എന്തോ ലേറ്റായിട്ട് ഞാനാട്ടോ വിളക്ക് വെച്ചത്. അങ്ങനെ കുളിയും കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് വന്നപ്പോൾ ഇവിടെ ബിരിയാണിക്കുള്ള എല്ലാതും സെറ്റ് ചെയ്യുകയാണേ. ഹലോ സിനിക്കേപ്പി, എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾക്ക് പച്ചമുളകൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഇതാ പൊട്ടിക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാട്ടോ. ഇനിയിപ്പോൾ എന്തോ കരിവേപ്പില എടുക്കണം പറഞ്ഞിട്ട് പോയിക്കണം. ഇതെന്തൊക്കെയാ അപ്പോൾ അമ്മ ഈ പ്രോൺസ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചുള്ളത്? ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ, ഇത് കുരുമുളക്, ഇത് കറിവേപ്പിൻ്റെ ഇല, ഇത് മല്ലിച്ചപ്പ്, പുതിനയില, നാരങ്ങ, പച്ചമുളക്, ബിരിയാണി മസാല. ബിരിയാണി പൊടിക്കുന്നതൊക്കെ ഇഷ്ടം, പക്ഷെ ടൈമില്ലാത്തതുകൊണ്ട്. പിന്നെ പട്ട, ഇത് പിന്നെ ഇതിലേക്ക് തൈര് വേണം, പിന്നെ ഏലക്കായ. അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും അടിപൊളി പ്രോൺസ് ബിരിയാണി സെറ്റ് ആക്കണം. ഓക്കെ ഓക്കെ. ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി നല്ല ചൂട് പുട്ടും ചെറുപയറും പപ്പടമൊക്കെ ആയിരുന്നേ. ഞാൻ പൊതുവേ എനിക്ക് പുട്ട് ഇഷ്ടമല്ല, എന്നാലും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കിച്ചുവിനാക്കി വെച്ച് ടിഫിനാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവനാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, ഞങ്ങളാണെങ്കിൽ അറേഞ്ച് ചെയ്തില്ല. അപ്പോൾ എന്തോ ഇത് കണ്ടപ്പോൾ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊരു മഴ. അതുവരെ നല്ല വെയിലായിരുന്നു, പെട്ടെന്നൊരു മഴ. ഇനിയിപ്പോൾ ഈ മഴയത്ത് എങ്ങനെയാണ് പോവുക? മഴ ഇഷ്ടമാണ്, മഴയത്ത് പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടെ നമ്മളിങ്ങനെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ കുടയൊക്കെ പിടിച്ച് ബാഗൊക്കെ നനഞ്ഞ് ബസ്സിലൊക്കെ കയറുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി മഴയത്ത് പോകണം, കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മഴ കുറച്ച് കുറഞ്ഞു കേട്ടോ. നേരത്തെ നല്ല മഴയായിരുന്നു. ആ മഴയിലാണ് ഈ വെള്ളമൊക്കെ ഇവിടെ നിന്നത്. അപ്പോൾ ഇനി എന്തായാലും ക്ലാസ്സിന് പോട്ടെ. അങ്ങനെ ഇതാ ക്ലാസ്സിനൊക്കെ പോയി വന്നേക്കാണ്. 1:30-2 മണി 1:45 ആയപ്പോഴത്തേനും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാകുമ്പോ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഇവിടെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നമേയും പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഇതെല്ലാവരും കൂടി ഇരുന്ന് പണ്ടത്തെ ഓരോ കോമഡി മൂവികൾ കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമല്ല, ഒരു ഫാമിലി ടൈമായിരുന്നു. അങ്ങനെ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയായിരുന്നു വെളിച്ചിൻ്റെ അവിടെ ആയിരുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് ഉണ്ടാക്കാൻ പറ്റാതെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് ഉണ്ടാക്കാനും അറിയില്ല, ഇന്നമാണെങ്കിൽ അത് ഉണ്ടാക്കി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതാ നമ്മൾ അത് ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂട്ടത്തിൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് കുടിക്കുന്നുണ്ട്. കുക്കറിലായതുകൊണ്ടാണ് കേട്ടോ ടെൻഷൻ. എനിക്ക് ഒന്നാമത് ഇതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ നല്ല പേടി. അപ്പോൾ പിന്നെ അറിയാതൊന്നും ചെയ്യണ്ടല്ലോ.
അങ്ങനെ ഇതാ പോപ്കോണൊക്കെ നല്ല സെറ്റായിട്ട് പൊന്തി നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് തുറന്നപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അപ്പോൾ ഇതാ അതൊക്കെ സെറ്റായി വന്നിട്ട് നമ്മൾ സെക്കൻഡ് ട്രിപ്പ്, അതായത് കുറച്ചുകൂടെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയായിരുന്നേ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ, അതാണ് ഈ കാണുമ്പോൾ തന്നെ ഈ ചിരി. അങ്ങനെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഇനിയാണ് ഗൈസ് കഥ തുടങ്ങുന്നത്. നമ്മൾ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുമായിരുന്നു. അമ്മയും ഇന്നമ്മയൊക്കെ ഇതാ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നമ്മയ്ക്ക് ഒരു ഇൻഡ്യൂഷൻ വന്നതാണ്, വെല്ലിച്ചൻ ഇന്ന് വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് ആ മൈൻഡിൽ തോന്നിയതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെർച്ചും കാര്യങ്ങളൊക്കെ നടത്തി ഇങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നെങ്കിൽ ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല. ഒരു റൗണ്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക അല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് വന്നിരിക്കുകയാണ്. ചുമ്മാ പറയാം, വെറുതെ പറയാം, ക്ഷീണിച്ചിട്ട് ഒരു വിധമായിട്ട് ഞങ്ങളോട് വന്നിരിക്കണം. അപ്പോൾ സെക്കൻഡ് ആൾക്കാർ കയറിയിട്ടുണ്ട്, രണ്ടാമത്തെ നല്ല കൊതുണ്ടല്ലേ. അപ്പം ഞാൻ മഴയായിട്ട് കുഞ്ഞിക്ക് എന്താ പറയാനുള്ളത്? നമ്മളൊരാളെ സർപ്രൈസ് പൊളിക്കാനുള്ള ഒരു പരിപാടിയിലാട്ടോ ഗൈസ്. അറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ സർപ്രൈസ് തരാൻ വന്ന ആൾക്ക് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കും, ഞെട്ടിച്ചുകൊണ്ടുള്ള. ഏകദേശം ഒന്ന് ഉറപ്പായപ്പോൾ തന്നെ ഇന്നമ്മ വേഗം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം അങ്ങോട്ടേക്ക് പോകാനുള്ള ഓരോന്ന് പെട്ടെന്ന് വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് എല്ലാവരും കൂടെ ഒരു വലിയച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഞങ്ങൾ ചെറിയ പ്ലാനിങ് ഒക്കെ നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. അച്ഛമ്മക്ക് ഇതവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തിയിരുന്നു കേട്ടോ, ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ, ബട്ട് ഒന്നും നടന്നില്ലേ. ഇവരാണെങ്കിൽ ഇവിടെ അങ്ങനെ ഓരോന്നും കളികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാത്തിരുന്ന പിന്നെ ആളെ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനി വരുന്നില്ലേ, അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ വലിയ എത്തിയേക്കാണ്. പക്ഷെ വെല്ലിച്ചൻ്റെ ഭാവങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് വെല്ലിച്ചനെ അറിഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ സത്യത്തിൽ വെല്ലിച്ചന് മനസ്സിലായിട്ടില്ല നമ്മളെല്ലാവരും അറിഞ്ഞിട്ട് നിൽക്കുക എന്നുള്ളത്. നമ്മൾ ഒന്ന് ഒത്തുകൂടിയതാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ. വരണതറിഞ്ഞിട്ട് സത്യമായിട്ടും വെല്ലിച്ചനെ ഒട്ടും വിശ്വസിച്ചില്ല ഗൈസ് നമ്മൾ അറിഞ്ഞിട്ട് നിൽക്കുക എന്നുള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞ് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന്, പക്ഷേ ടൈമും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള വ്ളോഗ് ഇത് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ബൈ.